റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ LDF-നും UDF-നും വോട്ട് നൽകിയെന്ന് SDPI വെളിപ്പെടുത്തുന്നു. മഞ്ചേശ്വരത്ത് UDF-നെയും നേമത്ത് LDF-നെയും സഹായിച്ചുവെന്നാണ് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഇരു മണ്ഡലങ്ങളും BJP പിടിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഇത്തവണ BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പൊതു സ്വതന്ത്രനെ നിർത്തിയാൽ SDPI പിന്തുണയ്ക്കുമെന്നും ലത്തീഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ സമീപനം സ്വീകരിച്ചിരുന്നു. മഞ്ചേശ്വരത്ത് അങ്ങനെ സ്വീകരിച്ചിരുന്നു. മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരത്ത് നിങ്ങൾ ആരുമായിട്ടാണ് സാർ? മുസ്ലിം ലീഗിന് വോട്ട് കൊടുത്തു, UDF-ന് വോട്ട് കൊടുത്തു. അവിടെ BJP ജയിക്കുമെന്നുള്ള സാഹചര്യം വളരെ ഏറെക്കുറെ ശക്തമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമ്മളവിടെ അവർക്ക് വോട്ട് കൊടുത്തിരുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് ശിവൻകുട്ടിക്ക് ഞങ്ങൾ വോട്ട് നൽകിയിട്ടുണ്ട്. അവിടെയും 2ാം സ്ഥാനത്ത് BJP അല്ലെങ്കിൽ ഒരു പരിധി ഒന്നാമത്തെ വരുന്നൊക്കെയുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ശക്തമായ നിലപാടെടുത്ത് അവിടെ ശിവൻകുട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ SDPയുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, ഇത് UDF-നെതിരെ പ്രധാന ആയുധമായി ഇടതുപക്ഷം ഉന്നയിക്കുമ്പോഴാണ് 2 കൂട്ടർക്കും ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് SDPയുടെ പ്രതികരണം വരുന്നത്. സ്വന്തം നിലയ്ക്ക് വിവിധ പാർട്ടികൾക്ക് ആരെ പിന്തുണയ്ക്കാമെന്ന തീരുമാനമെടുക്കാം, പക്ഷേ ഇതൊരു തിരഞ്ഞെടുപ്പിൽ ഞങ്ങളിതാ പിന്തുണ നിങ്ങൾക്ക് തരുന്നു എന്ന് വാഗ്ദാനം നൽകുകയും ഒരു ചർച്ച നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണോ മഞ്ചേശ്വരത്ത് UDF-നെയും നേമത്ത് LDF-നെയും പിന്തുണച്ചത്? സ്മൃതി, തീർച്ചയായും അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് SDPയുടെ സംസ്ഥാന പ്രസിഡന്റായുള്ള CPA ലത്തീഫ് പ്രതികരിക്കുന്നത്. BJP വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന 2 നിയമസഭാ മണ്ഡലങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, മുസ്ലിം ലീഗാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ UDF-നെ സഹായിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് വിജയിക്കുന്നതിന് വേണ്ടി SDPയുടെ വോട്ടുകൾ അവിടെ മുസ്ലിം ലീഗിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് CPA ലത്തീഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം തന്നെ തെക്കൻ കേരളത്തിൽ മന്ത്രി V. ശിവൻകുട്ടി മത്സരിച്ചിരുന്ന നേമം നിയോജക മണ്ഡലത്തിൽ LDF-നെ വിജയിക്കുന്നതിന് വേണ്ടി SDPയുടെ വോട്ടുകൾ LDF-ന് നൽകി എന്നുള്ളതും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ടും അവിടെയുള്ള ഈ മുന്നണികളുമായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു. ഒരു ഭാഗത്തെ BJP വിജയിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് SDPI ഇത്തരമൊരു രാഷ്ട്രീയ തീരുമാനം സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മിക്കയിടങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്ന സമയത്ത് LDF, UDF മുന്നണികളെ വിജയിപ്പിക്കാൻ പാകത്തിൽ സഹായിച്ചിട്ടുണ്ടെന്നും SDPയുടെ നേതാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയ നയം അവർ വ്യക്തമാക്കുന്നുണ്ട്. BJP വിജയിക്കാൻ അല്ലെങ്കിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ട് സംയുക്തമായിട്ടൊരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അവരെ SDPI പിന്തുണയ്ക്കുമെന്നുള്ളതാണ് SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും BJP വിജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ നയം. LDF-ഉമായിട്ടും UDF-ഉമായിട്ടും ഈ ഒരു നയം മുൻനിർത്തിക്കൊണ്ട് തന്നെ സഹകരിക്കാൻ തയ്യാറാണെന്നും CPA ലത്തീഫ് പറഞ്ഞു വെക്കുന്നത്. ഒരു പക്ഷേ മറ്റൊരു പശ്ചാത്തലത്തിൽ LDF, UDF-ന്റെ നേതാക്കളൊക്കെ തന്നെ SDPയുമായിട്ട് ഒരു തരത്തിലുള്ള സഹകരണവുമില്ല, അവരുടെ വോട്ടുകളൊന്നും തന്നെ ഒരു തെരഞ്ഞെടുപ്പിലും തേടിയിട്ടില്ല എന്ന പല ഘട്ടങ്ങളായുള്ള പ്രതികരണം പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിഷേധിച്ചുകൊണ്ട് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഇനി പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണം തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ശരി, മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ഇടതിന്റെയും വലതിന്റെയും പ്രതികരണം കൂടി ഘട്ടത്തിൽ നമുക്ക് അറിയേണ്ടതുണ്ട്.